ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി പഴംപൊരിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇതെന്താണിപ്പോൾ പഴംപൊരി നേരത്തെ ചെയ്തിട്ടുണ്ടല്ലോ പിന്നെയും പഴംപൊരിയുടെ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന്. അപ്പോൾ ഈ പഴംപൊരിയിൽ നമ്മൾ ചേർക്കുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഈ പഴംപൊരിയുടെ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പുതിയ റെസിപ്പികൾ കിട്ടുമ്പോൾ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യണ്ടേ. അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ ഒരു പഴംപൊരിയുടെ റെസിപ്പി കുറേ നാളുകളായിട്ട് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതൊന്ന് സക്സസ് ആയി വന്നത് ഇന്നാണ്. അപ്പോൾ എന്തായാലും നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമ്പോൾ അത് വലിയ നമ്മൾ പുറമേ പോയി വാങ്ങിക്കേണ്ട ഇൻഗ്രീഡിയൻ്റ് ഒന്നല്ല, നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവാറുള്ളത് തന്നെയാണ്. നിങ്ങളെല്ലാവരും ഈ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്തിട്ട് ഈ ഒരു പഴംപൊരി ഉണ്ടാക്കി നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പഴംപൊരി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ പഴംപൊരിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു 3/4 കിലോ പഴം എടുത്തിട്ടുണ്ട്. ഇതിലേക്കായിട്ട് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു വച്ചിരിക്കുന്നത് നമ്മുടെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഇഡ്ഡലി മാവ് അല്ലെങ്കിൽ ദോശമാവ്, രണ്ടിൽ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ 1/2 കപ്പാണ് ചേർക്കാൻ പോകുന്നത്. 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. 2 കപ്പ് പൊടിയിലേക്ക് 1/2 കപ്പാണ് ചേർക്കാൻ പോകുന്നത്. പിന്നെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ പഴംപൊരിയിൽ സാധാരണയായിട്ട് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. ഒരുപാട് പുളിയുള്ള ഇഡ്ഡലി മാവല്ല, സാധാരണ നമ്മൾ ഇന്ന് അരച്ചിട്ട് നാളെ എടുക്കുന്ന രീതിയിൽ തലേ ദിവസം അരച്ച് ഇഡ്ഡലി മാവ് എടുക്കാം കേട്ടോ. ഒരുപാട് പുളിയായിട്ടുണ്ടെങ്കിലും നമ്മുടെ പഴംപൊരിക്ക് ആ പുളി വരും, അതുകൊണ്ടാണ് പുളി ഉള്ളതല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ മൈദമാവിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കുന്നത് നമ്മുടെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, അതുപോലെ തന്നെ ഒരു 2 പിഞ്ച് ബേക്കിംഗ് സോഡ. 2 പിഞ്ച് മതി, അതിൽ കൂടുതൽ വേണ്ട. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ നിങ്ങൾ എടുക്കുന്ന പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എടുത്തത് നല്ല മധുരമുള്ള പഴമാണ്, അതുകൊണ്ട് ഒരുപാട് പഞ്ചസാര ചേർക്കുന്നില്ല. 2 സ്പൂണ് പഞ്ചസാര ചേർക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പഴത്തിന് മധുരം കുറവാണെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർക്കാം, നല്ല മധുരമുള്ള പഴമാണെങ്കിൽ കുറവ് പഞ്ചസാര ചേർക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ ദോശമാവും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ല തിക്കായിട്ടുള്ള മാവാണ്, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുള്ള മാവാണ്. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കുറച്ചായിട്ട് വെള്ളം ചേർത്ത് നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഉടനെ തന്നെ പഴംപൊരി ആക്കാവുന്നതേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ദോശമാവ് പുളിച്ചു പോകാതിരിക്കാനാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതെന്ന് പറഞ്ഞത്. പിന്നെ ഒരുപാട് വെള്ളം ചേർത്ത് വല്ലാതെ ലൂസായിട്ട് മിക്സ് ചെയ്യരുത്, കുറച്ച് തിക്കായിട്ട് മിക്സ് ചെയ്തെടുക്കുക പഴംപൊരിക്ക് എപ്പോഴും. അപ്പോൾ നിങ്ങൾ എത്ര പഴം എടുക്കുന്നു എന്നുള്ളതനുസരിച്ച് മൈദമാവിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തുക, അതുപോലെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവിലും വ്യത്യാസം വരുത്തുക. പക്ഷേ ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ മാത്രം ഒരുപാട് ആയിപ്പോരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററിന് ഒരു റെഡ് ഷെയ്ഡ് വരും നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ, അതുകൊണ്ട് കുറച്ചേ ചേർക്കാൻ പാടുള്ളൂ. കുറച്ചുകൂടി വെള്ളം ചേർക്കാം നമുക്ക്. ഒന്നുകൂടി ഒന്ന് ലൂസായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ മാവ് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്, ഒരുപാട് തിക്കായിട്ടല്ല. ഇനി നമുക്ക് പഴം മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പഴം മുറിച്ചെടുക്കാനായിട്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ പ്ലേറ്റിലേക്കാണ് പഴം മുറിച്ച് വയ്ക്കുന്നത്. വലിയ പഴമല്ല കേട്ടോ, ചെറിയ പഴമാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് നീളത്തിൽ തന്നെ പൊരിച്ചെടുക്കാം. ഇതിനെ ഇനി കട്ട് ചെയ്യാനൊന്നുമില്ല കണ്ടോ, ഇത്രയേ ഉള്ളൂ പഴത്തിൻ്റെ വലിപ്പം. അപ്പോൾ നമ്മളിപ്പോൾ പഴം തൊലിയെല്ലാം മാറ്റിക്കഴിഞ്ഞു. ഇനി ഞാനിപ്പോൾ ഇത് 2 ആയിട്ടാണ് നീളത്തിൽ കട്ട് ചെയ്യാൻ പോകുന്നത്. 3 ആയിട്ട് കട്ട് ചെയ്യാനുള്ള തിക്നെസ് ഇല്ല പഴത്തിന്, അതുകൊണ്ട് 2 ആയിട്ട് കട്ട് ചെയ്താണ് നമ്മൾ പൊരിക്കാൻ പോകുന്നത്. എല്ലാ പഴത്തിനെയും 2 ആയിട്ട് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. 2ആയിട്ട് കട്ട് ചെയ്യണോ, 3ആയിട്ട് കട്ട് ചെയ്യണോ, കുറുകെ കട്ട് ചെയ്യണോ, എങ്ങനെയൊക്കെ വേണം എന്നുള്ളത്. പഴത്തിൻ്റെ വലിപ്പം അനുസരിച്ച് കട്ട് ചെയ്യുന്ന രീതിയൊക്കെ വ്യത്യാസം വരുത്താം. പിന്നെ നമ്മൾ നമ്മുടെ കുട്ടി പഴംപൊരി ചെയ്യാറില്ലേ, അതും ഇതിൽ ചെയ്യാവുന്നതാണ്. ഈ രീതിയിൽ മാവ് റെഡിയാക്കിയിട്ട് ചെയ്യാവുന്നതാണ്. ഒരെണ്ണം നമുക്ക് വേറൊരു പരീക്ഷണത്തിന് വേണ്ടി മാറ്റി വയ്ക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴം പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പഴം പൊരിക്കാനായിട്ട് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. എണ്ണയിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പഴം നമ്മുടെ മാവിൽ ഡിപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഒരു സമയത്ത് അധികം പഴം ഇട്ട് കൊടുക്കരുത്, എന്താണെന്ന് വെച്ചാൽ തമ്മിൽ ഒട്ടിപ്പോകും. അതുകൊണ്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ഇത് പഴം പൊരിക്കാൻ അറിയാത്ത കുട്ടികൾ ഉദ്ദേശിച്ചിട്ടാണ് ഞാനീ പറയുന്നത്. ഞാനിപ്പോൾ 3 എണ്ണമാണ് ഒരു സമയത്ത് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ പഴം ഒരു സൈഡ് കുക്കായി വരുമ്പോൾ അടുത്ത സൈഡിലേക്ക് തിരിച്ചിടുക. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ പഴം മൊരിയുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മൊരിച്ചെടുക്കുക കേട്ടോ. ചില ആളുകൾക്ക് നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന പഴമായിരിക്കും ഇഷ്ടം, ചില ആളുകൾക്ക് അധികം മൊരിയുന്നത് ഇഷ്ടമായിരിക്കില്ല. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി മാത്രം കുറച്ച് മൊരിയുന്ന രീതിയിലും ബാക്കി എല്ലാവർക്കും മൊരിയൽ അധികം ഇല്ലാത്ത രീതിയിലാണ് കേട്ടോ പഴംപൊരി ഉണ്ടാക്കാറുള്ളത് ഇവിടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം മൊരിയാത്തതാണ് ഇഷ്ടം, പാകത്തിന് മൊരിഞ്ഞത് ഇഷ്ടം. നീതയ്ക്ക് മാത്രം നല്ലോണം മൊരിഞ്ഞ് എനിക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല മൊരിഞ്ഞ പഴംപൊരിയാണ് ഇഷ്ടം. അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് പൊരിച്ചെടുക്കുക. നമുക്ക് പഴത്തിന് നീക്കി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അടുത്തത് തിരിച്ചിടാം. ഇത് നമ്മൾ ഫുൾ ലെങ്ത്തിൽ കട്ട് ചെയ്തുകൊണ്ട് തന്നെ ആ തുമ്പൊക്കെ ഒന്ന് വിട്ട് വരണം. ചെറിയ ചട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ലെങ്ത്തിൽ കട്ട് ചെയ്ത പഴം ഇട്ടിട്ട് പൊരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വലിയ ചട്ടി വെച്ചത്. അപ്പോൾ നമ്മുടെ പഴംപൊരി എല്ലാം നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞു. ഇനി ഈ സൈഡും കൂടെ ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ പഴം ദാ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മൊരിഞ്ഞാൽ പോരാ കേട്ടോ, എൻ്റെ ഭാഗത്തിനാണെങ്കിൽ കുറച്ചും കൂടി മൊരിഞ്ഞ് വരണം. ഇതിപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഭാഗത്തിന് മൊരിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പഴംപൊരിയും ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് കാണാം കേട്ടോ എത്ര പഴംപൊരി ഉണ്ട്, എങ്ങനെയുണ്ടെന്നൊക്കെ നമ്മുടെ പഴംപൊരി. അപ്പോൾ തന്നെ കാണുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും. സാധാരണ മൈദപ്പൊടി വെച്ച് പഴംപൊരി ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി വലിപ്പത്തിൽ പൊങ്ങി വന്ന് കൂടുതൽ നന്നായിട്ടുണ്ടെന്ന് പറയുന്നത് കുറച്ചുകൂടി. അപ്പോൾ സാധാരണ നമ്മൾ മൈദ ഉപയോഗിച്ച് പഴംപൊരി ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അത് നമ്മുടെ ഈ ദോശമാവ് ചേർക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ വരുന്നത്. പഴംപൊരി ഉണ്ടാക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ടാണ്. ഇതുപോലെ നല്ല പൊങ്ങി നല്ല വീർത്തിരിക്കണം നന്നായിട്ട്, എന്നാലേ ആ പഴംപൊരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ പഴംപൊരി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ദോശമാവ് അരയ്ക്കുന്ന ദിവസം എടുത്തു വെച്ചിട്ട് കുറച്ച് ദോശമാവ് സൂക്ഷിച്ച് വയ്ക്കുക അടുത്ത ദിവസത്തേക്കായിട്ട്. അതിനുശേഷം അടുത്ത ദിവസം ഒന്ന് ഇതുപോലെ പഴംപൊരി ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ വീട്ടിലെല്ലാവർക്കും വ്യത്യാസം തോന്നുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ ഇന്ന് ഞാൻ ഈ പഴംപൊരി മുഴുവൻ ഉണ്ടാക്കി കഴിയട്ടെ. അപ്പോൾ നമ്മുടെ പഴംപൊരി എല്ലാം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ പ്ലേറ്റിൽ 4 എണ്ണം വെക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് 4 എണ്ണം വെച്ചിട്ടുള്ളത്. നമ്മൾ കട്ട് ചെയ്തെടുത്ത പഴം മുഴുവൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പഴംപൊരി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി കഴിച്ചിട്ട് അഭിപ്രായം പറയണം. അത് മറന്നു പോകരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒരു ലൈക്കും കൂടി തരാൻ മറന്നു പോകരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പോൾ ഈ പഴംപൊരി എല്ലാവരും ശരിക്കും ഒന്ന് ഉണ്ടാക്കി നോക്കും. എൻ്റെ ഒരു അഭിപ്രായം കൂടി ചേർത്ത് പറയുകയാണ്. സാധാരണ പഴംപൊരി എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്തും ഇങ്ങനെ മരം പോലെ ഇരിക്കുന്ന കാണാറുണ്ട്. ഇത് നല്ല സോഫ്റ്റാണ്, ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ.